കടിഞ്ഞംകുളത്തെ ബാറിലെ ജീവനക്കാരനായ പശ്ചിമ ബംഗാൾ സ്വദേശി സൽമാൻ മുണ്ടയാണ് പിടിയിലായത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് ബാറിലെ മാനേജറുടെ ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന 2,30,000 രൂപ ഇയാൾ കവർന്നത്. വെളുപ്പിന് ബാർ ഹോട്ടലിലെ സെക്യൂരിറ്റി ക്യാബിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കി ബാറിനുള്ളിൽ കയറി പണം കൈക്കലാക്കിയ ശേഷം താക്കോലുകൾ യഥാസ്ഥാനത്ത് വെച്ച് മുങ്ങുകയായിരുന്നു. രാവിലെ ഹോട്ടൽ തുറന്നപ്പോഴാണ് പണം കവർച്ച ചെയ്തത് മനസ്സിലായത്. തുടർന്ന് കടിഞ്ഞംകുളം പോലീസിൽ പരാതി നൽകി. ഫോൺ ഉപയോഗിക്കാത്തതിനാൽ പ്രതിയുടെ സഞ്ചാരം കണ്ടെത്താൻ ആദ്യം പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് മറ്റൊരു ഫോണിൽ പെൺസുഹൃത്തിനെ വിളിച്ചപ്പോഴാണ് പ്രതി തങ്ങിയ സ്ഥലം പോലീസിന് മനസ്സിലായത്. ഒരാഴ്ച ബംഗാളിൽ തങ്ങിയ ശേഷമാണ് ബംഗാൾ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കേരള പോലീസ് പിടികൂടിയത്. മോഷണശേഷം തമിഴ്നാട്, തിരുപ്പൂർ, ചെന്നൈ വഴി സ്വദേശമായ വെസ്റ്റ് ബംഗാളിലെ ജയ്പാൽഗുരിയിലേക്ക് മുങ്ങുകയായിരുന്നു. തിരുവനന്തപുരം റൂറൽ SP KS സുദർശന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ കടിഞ്ഞംകുളം ഇൻസ്പെക്ടർ സജു, സബ് ഇൻസ്പെക്ടർ അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കടിഞ്ഞംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലേക്ക് പാലസ് ഹോട്ടലിൽ 17-ാം തീയതി സെപ്റ്റംബർ 17-ാം തീയതി അവിടുത്തെ ജീവനക്കാരനായ വെസ്റ്റ് ബംഗാൾ സ്വദേശി സൽമാൻ മുണ്ട എന്നയാൾ രാത്രി അവിടുത്തെ സെക്യൂരിറ്റി റൂമിൽ സൂക്ഷിച്ചിരുന്ന ചാവി എടുത്ത് ബാർ തുറന്ന് അവിടുത്തെ മാനേജറുടെ ക്യാബിനിലുണ്ടായിരുന്ന 2,30,000 രൂപ മോഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട് കടിഞ്ഞംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചതിൽ അയാളുടെ സ്വദേശത്തേക്ക് കടന്നതായിട്ടാണ് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ KS സുദർശൻ IPS അവരുടെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ DYSP ശ്രീ മഞ്ജുലാൽ സാറ് ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ അന്വേഷണത്തിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കായി ഒരു സ്പെഷ്യൽ ടീമിനെ SI അനൂപിൻ്റെ നേതൃത്വത്തിൽ സുരേഷ്, ഹാഷിം എന്നിവർ ഉൾപ്പെടുന്ന ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ ഞാൻ വെസ്റ്റ് ബംഗാളിലേക്ക് അയക്കുകയുണ്ടായി. അവിടെ എത്തിയ 23-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ അവർ വെസ്റ്റ് ബംഗാളിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തി വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ സഹായത്തോടെ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഭൂട്ടാൻ ബോർഡർ പ്രദേശമായ ജയ്പാൽഗുരി എന്ന ആ സ്ഥലത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. അറസ്റ്റ് ചെയ്ത് വളരെ ദുർഘടം പിടിച്ച ട്രെയിൻ യാത്രയിലൂടെയാണ് പ്രതിയെ ഇവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. എന്തായാലും 2025 വർഷത്തിൽ റിപ്പോർട്ടായിട്ടുള്ള ഭൂരിഭാഗം മോഷണ കേസുകളിലെയും പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചാരിതാർത്ഥ്യവും നമുക്കുണ്ട്.